ആടുജീവിതത്തിലെ പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടിയില്ല. പകരം മികച്ച നടനുള്ള നാഷണൽ അവാർഡ് നേടിയത് ജവാനിലെ പ്രകടനത്തിന് ഷാരൂഖ് ഖാൻ. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇത്തവണത്തെ നാഷണൽ അവാർഡിനെ ചൊല്ലി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണോ ഇതേപോലെ ഡിസർവിംഗ് ആയ അവാർഡുകൾ മലയാള നടന്മാർക്ക് ലഭിക്കാതെ പോയത്? ഇതൊന്നും ആലോചിക്കണം. അതെടാ, നമുക്ക് ആലോചിക്കണം. അല്ല, ശരിക്കും പറഞ്ഞാൽ 90s കാലഘട്ടങ്ങളൊക്കെ മുതൽ തന്നെ ഇതേപോലുള്ള വമ്പൻ പ്രകടനങ്ങൾ നടത്തിയ മലയാള നടന്മാർക്ക് ഇതേപോലെ നാഷണൽ അവാർഡ് ലഭിക്കാതെ പോയിട്ടുണ്ട്. കാരണം എന്തായാലും ഇതേപോലെ അർഹതയുണ്ടായിട്ടും നാഷണൽ അവാർഡ് ലഭിക്കാതെ പോയ മലയാള നടന്മാരുടെ പെർഫോമൻസുകളെ കുറിച്ചും ആ സംഭവങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ നമുക്ക് സമയമുണ്ടെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇത്തവണത്തെ അവാർഡിന് യഥാർത്ഥമായ അർഹൻ പൃഥ്വിരാജ് ആയിരുന്നോ അതോ ഷാരൂഖ് ഖാൻ ആയിരുന്നോ എന്ന കാര്യം നിങ്ങൾ കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം. സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. 1992 മിഥുൻ ചക്രവർത്തിക്കായിരുന്നു മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചത്. സഹദർ കഥ എന്ന ഒരു ബംഗാളി സിനിമയിലെ പ്രകടനത്തിനായിരുന്നു പുള്ളിക്കാരൻ നാഷണൽ അവാർഡ് കിട്ടിയത്. പക്ഷേ ഇത് എത്രയോ മികച്ച പെർഫോമൻസ് ആയിരിക്കാം ഒരുപക്ഷെ ജൂറിയുടെ കണ്ണിൽ. എന്നാൽ അതേ വർഷം ലാലേട്ടൻ നടത്തിയ പെർഫോമൻസ് ഏതൊക്കെയാണെന്നറിയാമോ? രാജശില്പി, കമലദളം, യോധ. അതായത് രാജശില്പി പോലെ ഒരു പടം ചെയ്ത അതേ വർഷം തന്നെയാണ് പുള്ളിക്കാരൻ കമലദളം പോലെ സംഭവം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കമലദളം എന്നൊരു ഒറ്റ സിനിമയ്ക്ക് തന്നെ നാഷണൽ അവാർഡ് കൊടുക്കേണ്ടി വരും. അമ്മാതിരി പെർഫോമൻസ് ആണ് ലാലേട്ടൻ ഒരു ഒറ്റ പടത്തിൽ കാഴ്ചവെച്ചേക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരന് ആ വർഷം അവാർഡ് കിട്ടിയില്ല. അതും കഴിഞ്ഞ് 1996 വന്നപ്പോൾ ഇന്ത്യൻ എന്ന സിനിമയിലെ കമൽഹാസന് നാഷണൽ അവാർഡ് ലഭിച്ചു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം ഡിസർവിംഗ് ആയ പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യൻ മണ്ണിൽ കാണിച്ചത്. ഇന്ത്യൻ ടു പോലത്തെ ഒരു മലങ്കൾട്ട് സിനിമയല്ല ഒരിക്കലും ഇന്ത്യൻ മണ്ണ്. വളരെ മികച്ചൊരു കണ്ടന്റ് കാഴ്ചവെച്ചു. ഇതുകൂടാതെ വളരെ നീറ്റ് ആയ പെർഫോമൻസ്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ ലാലേട്ടൻ ചെയ്ത പെർഫോമൻസ് ഏതാണെന്നറിയാമോ? കാലാപാനി. that is your intention. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്. കാലാപാനി എന്നൊരു ചരിത്ര സിനിമയിൽ എത്ര വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ലാലേട്ടൻ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിബേറ്റബിൾ ആയ ഒരു ഇൻസിഡന്റ് തന്നെയാണ്. കാലാപാനിയിലെ മോഹൻലാലാണോ അതോ ഇന്ത്യൻ എന്ന സിനിമയിലെ കമൽഹാസനാണോ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്? ഒരിക്കലും ഞാൻ കമൽഹാസന്റെ പെർഫോമൻസിനെ കുറ്റം പറയുകയല്ല, അതിനെ താഴ്ത്തി കിട്ടുകയുമല്ല. എന്നിരുന്നാൽ പോലും കമൽഹാസന്റെ ആ പെർഫോമൻസിനോടൊപ്പം വെക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ലാലേട്ടനും കാഴ്ചവെച്ചത്. എന്നാൽ ലാലേട്ടന് ആ സിനിമയിലെ പ്രകടനത്തിന് നാഷണൽ അവാർഡ് ലഭിക്കാതെ പോയി. പിന്നീടും, അതായത് ശരിക്കും പറഞ്ഞാൽ 1997 ഇതേപോലെ ലാലേട്ടൻ നാഷണൽ അവാർഡ് വേദിയിൽ അവഗണിക്കപ്പെട്ടു. എന്നാൽ ആ വർഷം തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. 1997 ലാലേട്ടൻ നായകനായ 20 റിലീസായത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എടുത്താൽ ആദ്യത്തെ ഒരു 5 എണ്ണത്തിൽ ഞാൻ ഉറപ്പായിട്ടും 20 പറയും. കാരണം അത്രത്തോളം അടിപൊളിയായിട്ടാണ് ലാലേട്ടൻ ആ ഒരു ഒറ്റ പെർഫോമൻസ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ ഈ സിനിമ തമിഴിലാണ് റിലീസായത്. ഈ തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ട് ലാലേട്ടന് തമിഴിലെ സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയില്ല. ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് അന്ന് കിട്ടിയത് തമിഴില് വിജയിക്കായിരുന്നു. അതും കാതലിക്ക് മര്യാദ എന്ന സിനിമയിൽ. പോട്ടെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, അത് ഒരുപാട് രാഷ്ട്രീയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നാഷണൽ അവാർഡ് ഉറപ്പായും കിട്ടുമെന്ന് കരുതിയപ്പം അവിടെയും പുള്ളിക്ക് അത് കിട്ടിയില്ല. പക്ഷെ ആ വർഷം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 മലയാളികൾക്കായിരുന്നു അവാർഡ് കിട്ടിയത്. ഒന്ന് ബാലചന്ദ്ര മേനോനും മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ കളിയാട്ടം എന്ന സിനിമയുടെ പെർഫോമൻസ്. എന്റെ മുഖത്ത് വസൂരി വിത്തെറിഞ്ഞ് വികൃതാക്കിയ നിങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് കിട്ടാതെ പോയെങ്കിലും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സെനിക്ക് തന്ന നിങ്ങൾ പറയും. അടുത്തയാളാണ് കലാഭവൻ മണി. 1999 ശരിക്കും പറഞ്ഞാൽ കലാഭവൻ മണിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ്. അതായത് ഇന്നും കാണുമ്പോൾ നമ്മൾ വണ്ടർ അടിച്ച് കാണുന്ന ഒരു പെർഫോമൻസ് ആണ് കലാഭവൻ മണിയുടെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാൻ. ഈ സിനിമയിലെ പെർഫോമൻസിനും നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ കിട്ടിയില്ല. പക്ഷേ അക്കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കലാഭവൻ മണി കിട്ടാഞ്ഞതിൽ വിയോജിപ്പില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നത് ലാലേട്ടന്റെ വാനപ്രസ്ഥം പോലെ പെർഫോമൻസ് ആണ്. വാനപ്രസ്ഥം സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും, ഇൻക്ലൂഡിങ് നവരസങ്ങൾ പോലും എത്ര അടിപൊളിയായിട്ടാണ് ലാലേട്ടൻ ആ സിനിമയിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വാനപ്രസ്ഥം എന്നൊരു വൺ ഐറ്റം, അതായത് ലാലേട്ടന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സംഭവം ഓപ്പോസിറ്റ് നിന്നത് കൊണ്ട്
ശരിക്കും കലാഭവൻ അവാർഡ് കിട്ടിയില്ല എന്നേ പറയാൻ പറ്റും. പുലരിപ്പെണ്ണേ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീ ഒരു എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ ആ അവാർഡ് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മനോഹരമായി മാറിയെന്ന് ഇപ്പൊ തോന്നാറുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കരിയറിൽ പിന്നെ അത്രയും മികച്ചൊരു പെർഫോമൻസ്, അത് കലാഭവന്റെ കരിയറിൽ നല്ലൊരു പെർഫോമൻസ് പിന്നീട് വന്നിട്ടില്ല. ഒരുപക്ഷെ അന്ന് അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലും വലിയൊരു നേട്ടമായത് മാറി. അടുത്താണ് 2002 കുഞ്ഞിക്കൂനൻ. കുഞ്ഞിക്കൂൻ എന്ന സിനിമയിലെ ദിലീപിന്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പോലീസുകാർ ഒന്ന് ചോദിച്ചപ്പോ ഒരാളെ കൊണ്ട് ആ 2 കഥാപാത്രം ചെയ്യിക്കുക. ശരിക്കും പറയാൻ എന്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കുഞ്ഞിക്കൂന സിനിമ കാണുമ്പോൾ ഇത് ദിലീപാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സീരിയസ്ലി ഇത് വേറെ ആരോ അഭിനയിക്കുന്നു, അതിൽ മറ്റേ ആൾ മാത്രമാണ് ദിലീപ് എന്നാണ് എന്റെ കുഞ്ഞുനാളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വളർന്നു വലുതായപ്പോഴാണ് മനസ്സിലായത് ദിലീപ് എന്നൊരു പെർഫോമറുടെ ആ ഒരു ഐക്കോണിക് ആയ പെർഫോമൻസ് കാരണമാണ് എനിക്ക് അന്ന് അങ്ങനെ അറിയാതെ പോയത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഇനി എന്നൊന്ന് ചെയ്യല്ലേ പറഞ്ഞോട്ടാ. അത്രത്തോളം എന്ന് പറഞ്ഞാല് എന്താ പറയാ, അത് പല വേർഷനിൽ പിന്നീട് പല ഭാഷകളിലേക്ക് പോയി. തമിഴ് ചെയ്ത് സൂര്യയൊക്കെ ആയിരുന്നു. എന്നിട്ട് പോലും ആ റേഞ്ച് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ എന്ത് പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിൽ ദിലീപ് കാഴ്ചവെച്ചത്. കടഞ്ഞ ചന്ദനമോ നിന്മേനി വിടർന്ന ചെമ്പകമോ. എന്നിട്ട് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നിഴൽക്കൂത്ത് എന്ന് പറയുന്ന ഒടിയൂർ ഉണ്ണികൃഷ്ണന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. നാഷണൽ അവാർഡും കിട്ടിയില്ല. നാഷണൽ അവാർഡ് ആ വർഷം നേടിയത് അജയ് ദേവ്ഗണിന്റെ ദ ലെജൻഡ് ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള സിനിമയാണ്. അങ്ങനെ ഭഗത് സിംഗിനെ കുറിച്ചുള്ള ആ ഒരു സിനിമയിലൂടെ ആ വർഷത്തെ നാഷണൽ അവാർഡ് അജയ് ദേവ്ഗൺ നേടി. ശരിക്കും പറഞ്ഞാൽ അക്കാര്യത്തിൽ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അജയ് ദേവ്ഗണിനെ കുറച്ച് കാണിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ ദിലീപേട്ടൻ ഡിസർവിങ് ആയിരുന്നു. കാരണം അത്രത്തോളം നല്ലൊരു പെർഫോമൻസ് പുള്ളി ചെയ്തിട്ട് വെറും മിമിക്രി എന്ന പേരിൽ അല്ലെങ്കിൽ എന്താ പറയാ പ്രച്ഛന്ന വേഷം ഇതേപോലുള്ള കാര്യങ്ങൾ കാരണം പുള്ളിക്ക് അവാർഡ് ലഭിക്കാതെ പോയി. അത്രത്തോളം അദ്ദേഹം എഫേർട്ട് ഇട്ടിട്ട് പോലും അത് കിട്ടാതെ പോയത് ഇന്ന് ഓർക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ കരിയറിൽ തന്നെ ഒരു സ്റ്റേറ്റ് അവാർഡേ കിട്ടിയിട്ടുള്ളൂ. ഇതേപോലുള്ള നല്ല സിനിമകൾക്ക് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലെന്ന് പറയുന്നത് ഇപ്പോഴും അത്ഭുതമാണ്. അടുത്തതാണ് തന്മാത്ര. 2005 റിലീസായ സിനിമയായിരുന്നു തന്മാത്ര. ബ്ലെസ്സി സംവിധാനം ചെയ്ത് ലാലേട്ടൻ അൾസീമേഴ്സ് എന്ന രോഗത്തെ കുറിച്ച് എന്ത് അടിപൊളിയായിട്ടാണ് ആ സിനിമയിൽ പെർഫോം ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പക്ക നമ്മളൊരു നാച്ചുറലായി അങ്ങനെ ഒരാളെ കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അമ്മാതിരി ഒരു പെർഫോമൻസ് ചെയ്ത ലാലേട്ടന് ആ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടിയില്ല. പകരം അമിതാഭ് ബച്ചന്റെ ബ്ലാക്ക് എന്നൊരു സിനിമയ്ക്കായിരുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടിയത്. ഈ അതേ വർഷം തന്നെ ലാലേട്ടന്റെ ഈ തന്മാത്രയ്ക്ക് ഒപ്പം തന്നെ വെക്കാവുന്ന ഒരു സംഭവം മലയാളത്തിൽ നിന്ന് മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. അതാണ് ദിലീപേട്ടൻ ചാന്തുവിട്ട്. ഞാൻ ഈ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ. ദിലീപേട്ടന്റെ ചാന്തുവിട്ടിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയില്ല, നാഷണൽ അവാർഡിലോട്ട് പരിഗണിച്ചതുമില്ല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം തന്മാത്ര പോലൊരു സംഭവം അവിടെ നിൽക്കുമ്പം ഒരുപക്ഷെ ചാന്തുവട്ടിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഡിബേറ്റബിൾ ആണ്. എന്ന് പറയുമ്പോൾ ചാന്തുവട്ട് അത്ര താഴെ വെക്കാവുന്ന സാധനമല്ല. ചാന്തുവട്ട് ഒരു സാധനം ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയെ തന്നെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീമേക്ക് റൈറ്റ്സ് ഒക്കെ ഞാൻ വിക്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ദിലീപേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റില്ലെന്ന് പറഞ്ഞ മനുഷ്യനാണ്. കാരണം അത്രയും ഒരു ക്യാരക്ടർ പിടിച്ചാണ് പുള്ളിക്കാരനെ സിനിമയിൽ പെർഫോം ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള ദിലീപേട്ടന്റെ പെർഫോമൻസും കൊടുത്തില്ല, ലാലേട്ടനെ തന്മാത്രയും കൊടുത്തില്ല. പകരം കൊടുത്തത് അമിതാഭ് ബച്ചന്റെ ബ്ലാക്ക് എന്നൊരു സിനിമയ്ക്കായിരുന്നു. പിന്നീട് 2015 ഇതേപോലെ തന്നെ അമിതാഭ് ബച്ചന്റെ പീക്കു എന്നൊരു സിനിമയ്ക്ക് ആ പീക്കു എന്ന സിനിമയിലെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തു. പക്ഷെ പകരം ഇവിടെ നമുക്ക് ഒരു കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതാണ് ജയസൂര്യയുടെ സൂസുദി വാത്മീകം. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം, നമ്മളാവുക എന്നുള്ളതാണ്. ഈ സൂസുദി വാത്മീകം എന്ന സിനിമയ്ക്ക് മലയാളത്തിൽ പോലും ഒന്ന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തില്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അക്കൊല്ലത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ദുൽഖർ സൽമാന്റെ ചാർലിലെ പെർഫോമൻസ് ആണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ജയസൂര്യ എന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്റെ പെർഫോമൻസ് ഒരു പക്ഷേ സ്റ്റേറ്റ് അവാർഡ് ജൂറികളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നുകൊണ്ടായിരിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ്. സൂസുദി വാത്മീകം പോലൊരു സിനിമ ചെയ്തിട്ട് ജയസൂര്യക്ക് നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ കിട്ടിയില്ലെന്ന് പറയുന്നത്. അടുത്തതാണ് കമ്മാര സംഭവവും മമ്മൂക്കയുടെ പേരൻപും. 2019 പേരൻപ് എന്ന സിനിമ റിലീസ് ആയതെങ്കിൽ പോലും അതിന്റെ സ്ട്രീമിംഗ് നടന്നത് 2018 ടൈമിലായിരുന്നു. ഈ 2018 തന്നെ അവാർഡിലേക്ക് അത് അയച്ചെങ്കിലും
അവാർഡ് കിട്ടിയില്ല. മമ്മൂക്ക എന്ത് അടിപൊളിയായിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കഥാപാത്രത്തെ പെർഫോം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അതിന്റെ ചില സീൻസ് ഒക്കെ കണ്ടാല് എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ആ പണം ചെയ്തു വെച്ചേക്കുന്നത്. എൻ പൊണ്ണുക്ക് കൈയും വരാതെ കാലും വരാതെ. അതും ഒരു തമിഴ് സിനിമ, മലയാള സിനിമ പോലും അല്ല, റാം എന്ന സംവിധായകന്റെ ഒരു തമിഴ് സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ഈ പെർഫോമൻസിനും അവാർഡ് കിട്ടില്ല. ഇത് കൂടാതെ തന്നെ ആ വർഷത്തെ ദിലീപേട്ടന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, അതായത് കമ്മാര സംഭവം എന്ന് പറയുന്ന സിനിമയും ഇതേപോലെ തന്നെ നാഷണൽ അവാർഡ് ഡിസർവിംഗ് ആണ്. ഞാൻ വിശ്വംഭരൻ നമ്പ്യാരുടെ മകൻ കമ്മാരൻ. കമ്മാരൻ എന്നുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഏകദേശം 3 ടൈപ്പ് ക്യാരക്ടർ, 3 ടൈപ്പ് വോയിസ് മോഡുലേഷൻ, അതും ആ വില്ലൻ റോളിൽ വരുമ്പോഴത്തെ പുള്ളിയുടെ പെർഫോമൻസ്, നിന്റെ ഭാരൂട്ടെ ഞാൻ ഇങ്ങനെ എടുത്ത അജാതി സാധനമൊക്കെ ചെയ്തു വെച്ചിട്ട് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ സമയത്ത് കേസിന്റെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം. എങ്കിൽ പോലും നാഷണൽ അവാർഡ് കിട്ടാത്തത് ഇന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഒരിക്കലെടുത്തതൊന്നും കമ്മാരൻ പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യം എന്തെന്നാൽ ആ വർഷത്തെ ഏറ്റവും മികച്ച ഡയറക്ടർക്കുള്ള അവാർഡ് പോലും ഇതേ രതീഷ് അമ്പാട്ടിന് കിട്ടിയില്ല. പകരം അത് കിട്ടിയത് ഉറി എന്നൊരു സിനിമയുടെ സംവിധായകനായിരുന്നു. ഇതേ ഉറി എന്ന സിനിമയുടെ നായകൻ തന്നെയായിരുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡ്. ഇതുകൂടാതെ അന്ധാധുൻ എന്ന സിനിമയിലെ നായകനായ ആയുഷ്മാനും ഇതേപോലെ അവാർഡ് ഷെയർ ചെയ്തു. അതായത് ഉറിയുടെ നായകനായ വിക്കി കൗശലിനും ആയുഷ്മാനും ഇതേപോലെ അവാർഡ് ഷെയർ ചെയ്ത് കൊടുത്തു. എന്നാൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ണടച്ച് പറയാം, ഈ 2 സിനിമകളിലേതിനേക്കാൾ ബെസ്റ്റ് പെർഫോമൻസ് ഇവിടെ ദിലീപേട്ടനും മമ്മൂക്കയും ആ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഇതേപോലെ തന്നെ ആയിരുന്നു ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടിയത്. അതിനെക്കുറിച്ച് പിന്നെ ഈ അടുത്ത് തന്നെ കോൺട്രവേഴ്സി ഉണ്ടായതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും പലതവണ ഇതേപോലെ മലയാള നടന്മാർ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ മലയാളത്തിലെ ഏതെങ്കിലും നടന്മാർ നാഷണൽ അവാർഡ് വേദിയിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ കാണാം. ബൈ.